മഹാത്മാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ ഒരു ആസൂത്രിത നഗരമാണ്. ഈ നഗരത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് ദണ്ഡി കുദർ എന്ന മ്യൂസിയം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും വീക്ഷണങ്ങളെയും പരിവർത്തനങ്ങളെയും ആസ്പദമാക്കി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലുതും സമാനതകളില്ലാത്തതുമായ മ്യൂസിയമാണ് ദണ്ഡി കുദർ. പേരുപോലെ തന്നെ ഒരു ഉപ്പ് കൂമ്പാരത്തിൻ്റെ ഘടനയിലാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത്. 41 മീറ്റർ ഉയരമുള്ള ഒരു കോണാകൃതിയിലുള്ള താഴികക്കുടമാണ് ദണ്ഡി കുദർ. ബ്രിട്ടീഷ് ഭരണകൂടം ഉപ്പ് നികുതി ചുമത്തിയതിനെതിരെ 1930 ഗാന്ധിജി നടത്തിയ പ്രശസ്തമായ ദണ്ഡി മാർച്ചിൻ്റെ അനുഭവങ്ങൾ ഇവിടെ അലയടിക്കുന്നു. വർഗം, ലിംഗഭേദം, പ്രായം, സമൂഹം എന്നിവയ്ക്ക് അതീതമായി ഏവർക്കും ഈ ദേശത്തെ ഉൽപ്പന്നങ്ങളിൽ പൊതു അവകാശം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ശക്തമായ ആശയത്തിൻ്റെ പ്രതീകമാണ് ഈ സ്മാരകം. സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങാൻ ഒരു ബഹുസ്വര സമൂഹത്തെ പ്രചോദിപ്പിച്ചതിൻ്റെ പ്രതീകവുമാണിത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഉപ്പ് കുന്നുപോലെ തോന്നിപ്പിക്കുന്ന ഇവിടെ 3D മാപ്പിംഗ്, ഹോളോഗ്രാഫി, 360 ഡിഗ്രി പ്രൊജക്ഷനുകൾ, സുതാര്യമായ LED സ്ക്രീൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നാടകീയമായ ഒരു ജീവചരിത്ര വിവരണം സന്ദർശകർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. മ്യൂസിയത്തിലെത്തുന്ന ഓരോ സന്ദർശകനെയും മഹാത്മാവിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ നൂതന ആശയങ്ങൾ പിന്തുടരുന്നതിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, ത്യാഗങ്ങൾ എന്നിവ പഠിക്കാനും അനുഭവിക്കാനും ഇവിടുത്തെ സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. കൺവെൻഷൻ സെൻറ്ററിൻ്റെയും പ്രദർശന ഹാളുകളുടെയും രൂപം കടൽ തിരമാലകളുടെ ഘടനയിലാണ്. മഹാത്മാഗാന്ധിയുടെ ജനനം മുതൽ സ്വാതന്ത്ര്യ സമരം വരെയുള്ള ജീവിതം പ്രദർശിപ്പിക്കുന്ന 3 തലങ്ങളിലുള്ള ഗാലറികളാണ് പൊള്ളയായ കോണിലുള്ളത്. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ പ്രസ്ഥാനം രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തരംഗത്താൽ പൊതിഞ്ഞു. ദണ്ഡി കുദർ എന്ന ഈ മഹാത്മാ മന്ദിരം ആ സ്വാതന്ത്ര്യ തരംഗത്തിനുള്ള ഒരു ആദരാഞ്ജലിയാണ്.